അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ 7 മണിക്കാണ് കുർബാന. അപ്പോൾ ആലുവിന് സൺഡേ ക്ലാസ് ഉണ്ട് 7 മണിക്ക്. അപ്പോൾ ആ വഴി ഞാനും കുർബാനയും കൂടി വെച്ച് വരാമെന്ന് കരുതി. അപ്പോൾ ചേട്ടൻ ഇന്ന് ട്രിപ്പ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ 2 വീലറിനാണ് കേട്ടോ പോകുന്നത്. എന്നിട്ട് ചേട്ടൻ നമ്മുടെ വണ്ടിയുടെ അവിടെ ഓടിക്കുന്ന വണ്ടിയുടെ അവിടെ ചേട്ടനെ ഞാൻ ഇറക്കും. ഞാനല്ല, ചേട്ടൻ തനിയെ ഇറങ്ങും. എന്നിട്ട് ഞാൻ വണ്ടിയും എടുത്ത് ആലുവിനുമായിട്ട് പള്ളിയിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ ആമിക്കുട്ടീനെ പള്ളിയിൽ കൊണ്ടുപോകണില്ല കേട്ടോ. ആമി നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ കരുതി കിടന്ന് ഉറങ്ങട്ടെ, ശല്യപ്പെടുത്തുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ വിളിച്ചെഴുന്നേപ്പിച്ച കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഇന്നലെ കുർബാനയ്ക്കുള്ള പാടിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വണ്ടിക്കകത്ത് കിടന്ന് ഡാൻസും തുള്ളിച്ചാടലൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ക്ഷീണമുണ്ട്. അപ്പോൾ ഞാൻ കരുതി ആശാത്തി കിടന്ന് ഉറങ്ങട്ടെ എന്ന്. അങ്ങനെ അതേ നമ്മൾ ചേട്ടൻ്റെ വണ്ടിയിൽ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ ചേട്ടൻ ടാറ്റയ്ക്കത്തൊന്ന് പറഞ്ഞേക്കണേ കേട്ടോ. അപ്പോൾ ആലു കിടന്ന് ധൃതി പിടിക്കുന്നതിനിട്ട് അമ്മ 7 മണിയായമ്മ, അസംബ്ലിക്ക് മുമ്പ് ചെല്ലണം, അസംബ്ലി കഴിഞ്ഞിട്ടാണ് ചെല്ലണമെങ്കിൽ അറ്റൻഡൻസ് ഇടൂല, മിസ് വഴക്ക് പറയും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് വാ പോകാം, പെട്ടെന്ന് തന്നെ പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് പോയി. ഞാൻ പള്ളിയിലേക്കും പോയി അവളെ കാറ്റഗിസത്തിനും ആക്കിയിട്ടാ. എന്നിട്ട് കുർബാനയും കഴിഞ്ഞ് വെച്ച് പിന്നെ ഞാൻ വന്ന വഴി ആലുവിന് 10 മണിയാകും കേട്ടോ വരുമ്പോഴത്തേക്കും. ഞാനപ്പോൾ കുർബാന കഴിഞ്ഞ് 8:30 മണി കഴിഞ്ഞപ്പോഴത്തേക്കും 8:45 തോന്നുന്നു. വന്ന് ഇറച്ചിക്കടയിൽ വന്ന് ഇറച്ചിയും വാങ്ങി. പിന്നെ തൊട്ടപ്പുറത്ത് ബേക്കറി ഉണ്ട്. അപ്പോൾ ബേക്കറിയിൽ ചെന്നിട്ട് ബ്രെഡും വാങ്ങി വെച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതാണേ. എനിക്കാണെങ്കിൽ ചേട്ടൻ ട്രിപ്പ് പോകാത്ത ദിവസങ്ങളിലൊക്കെ സുഖമാണ് കേട്ടോ. ചേട്ടൻ പോണ ദിവസങ്ങളൊക്കെ എനിക്ക് ഭയങ്കര കഷ്ടപ്പാട് പോലെ തോന്നും. കാരണം ഞാൻ തന്നെ 2-3 വട്ടം വണ്ടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. ഈ ചേട്ടനുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ 5:30 കുർബാനയ്ക്ക് പോകും. പോയി വന്ന ശേഷം പിന്നെ ചേട്ടൻ ആലുവിനെ ആക്കാൻ വേണ്ടി സൺഡേ ക്ലാസ്സിൽ കൊണ്ടാക്കാൻ വേണ്ടി പോകും. പിന്നെ വിളിക്കാൻ പോകും, കറി വാങ്ങിക്കൊണ്ട് വരും. ഇതിപ്പോൾ എല്ലാം ഞാൻ തന്നെ ചെയ്യണം. ചില നേരം നമ്മൾ ഒരുമിച്ച് പോകുമ്പോഴത്തേക്കും കറി വാങ്ങിക്കൊണ്ട് വരും കേട്ടോ. ചിലപ്പോൾ ഞങ്ങൾ ചേട്ടൻ പോയി വാങ്ങിക്കൊണ്ട് വരും. അപ്പോൾ ഇന്നിപ്പം ചേട്ടനില്ലാത്തതുകൊണ്ടിട്ടേ ഞാൻ തന്നെയായിരുന്നു ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം. വന്ന് ഉടുപ്പ് മാറി, പിന്നെയും പോയി, പിന്നെയും വന്ന് ഡ്രസ്സ് മാറി. എനിക്കത് പങ്കപ്പാടായിട്ടാണ് തോന്നിയത് കേട്ടോ. അങ്ങനെ വന്ന പാടെ തന്നെ എന്താ പറയുക, ഡ്രസ്സൊക്കെ മാറിയിട്ടും അടുക്കളയിൽ വന്ന് പാല് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ കാപ്പിപ്പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കാപ്പി കുടിച്ചിട്ട് കുറേ നാളായി. അങ്ങനെ വന്ന് പാൽ കാപ്പിയൊക്കെ ഇട്ട് ഞാനും കുടിച്ചൊരു ഗ്ലാസ് അപ്പച്ചനും കൊടുത്തിട്ടാ. ആമിക്കുട്ടി അപ്പോഴും എഴുന്നേറ്റിട്ടില്ല. അപ്പോഴും ഞാൻ വിളിക്കാൻ വേണ്ടി പോയില്ല. അങ്ങനെ ഞാൻ പുറത്ത് വന്ന് ആ കാപ്പി ഒന്ന് ആസ്വദിച്ച് കുടിക്കാമെന്ന് കരുതി. ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഉണ്ട്, ഞായർ ശനി ദിവസങ്ങളിലൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ഇരുന്ന് ചായ കുടിക്കാനൊക്കെ പറ്റണത്. പിള്ളേർക്ക് ക്ലാസ്സുള്ള ദിവസങ്ങളിൽ മുള്ളുമ്മ നിൽക്കുന്നത് പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നൊക്കെയാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ കാര്യമായ തിരക്കൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ 10 മണിക്ക് ആലുവിനെ വിളിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കറിയൊക്കെ വെച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ബീഫ് ഉരുളക്കിഴങ്ങിട്ട് കറി വയ്ക്കാം. അപ്പോൾ തൽക്കാലം ഞാൻ രാവിലത്തേക്ക് ബ്രെഡിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി എടുത്ത് കറി വയ്ക്കാമെന്ന് കരുതി. ആദ്യം നമുക്ക് ക്രിസ്മസും പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് ബീഫൊക്കെ ഒന്നും കട്ട് ചെയ്ത് തരില്ല കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ, അല്ലാത്ത ഞായറാഴ്ചകളിലൊക്കെ നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്ത് തരും. പിന്നെ നമ്മൾ പറയുന്നതിനനുസരിച്ച് അവർ കട്ട് ചെയ്ത് തരും കേട്ടോ. നമുക്കിപ്പോൾ എരിവറച്ച് വെക്കാനാണെങ്കിൽ അവർ ആ ഒരു രീതിയിൽ വലുതാക്കി പീസാക്കി കട്ട് ചെയ്ത് തരും. ഇതിപ്പോൾ നമുക്ക് കറിക്കല്ലേ, അപ്പോൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അവർ അരിഞ്ഞ് തരും കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ രാവിലത്തേക്കുള്ള ബീഫ് മാത്രം ഞാൻ കഴുകി കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഒരു സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഞാൻ ഇറച്ചി പിഴിഞ്ഞാണ് അതിൻ്റെ അകത്തോട്ട് ഇട്ടത്. അപ്പോൾ ഒരു ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായി. ഇത്തിരി മാത്രമായിട്ട് സ്വല്പം വെള്ളം ഒഴിച്ചുള്ളൂ. പക്ഷേ അത് ആപത്തായി. അതെല്ലാം കുക്കർ വിസിലടിച്ചപ്പോഴത്തേക്കും എല്ലാം തെറിച്ച് ഗ്യാസ് അടുപ്പിലൊക്കെ ആയിട്ടാ. അതെനിക്ക് ഇരട്ടി പണിയായിരുന്നേ. സാധാരണ ഞായറാഴ്ച ദിവസമേ നമുക്ക് പുട്ടും ബീഫും ആയിരിക്കുമല്ലോ കേട്ടോ. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളയപ്പം, അല്ലെങ്കിൽ പുട്ട്. പിന്നെ ഇടയ്ക്കൊക്കെയാണ് നമ്മൾ ബ്രെഡ് വാങ്ങാറ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ബ്രെഡ് വാങ്ങിയ കാര്യം, ഞാൻ കടകളിലൊക്കെ ഇറച്ചിക്കടയിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് താമസിച്ച്. അപ്പോൾ ഞാൻ കരുതി ഇനി പുട്ടുണ്ടാക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ സമയം പോകും. അതുപോലെ 10 മണിക്ക് ആലുവിനെ വിളിക്കാനും പോകണമല്ലോ. 10 മണിക്ക് കുർബാന കഴിയുമേ. അപ്പോൾ ആ നേരത്തെ ഇനി ആലുവിനെ വിളിക്കാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് പുട്ടുണ്ടാക്കിയിരിക്കുമ്പോൾ വൈകണ്ടല്ലോ എന്ന് കരുതിയിട്ട് വരുന്ന വഴി ബ്രെഡും വാങ്ങിക്കൊണ്ടാണ് വന്നത്. അല്ലെങ്കിൽ പിന്നെ ഇന്ന് പുട്ട് തന്നെ ഉണ്ടാക്കേണ്ടി വന്നാനായിട്ട്. പിന്നെ ചേട്ടനും ഇല്ലല്ലോ. ചേട്ടനാണെങ്കിൽ പുട്ടും ബീഫും ആണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമുക്കിതേ ബീഫിൻ്റെ അകത്തോട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങ് ഒന്ന് ചീവി അരിഞ്ഞ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ.
നമുക്ക് ചിക്കൻ കറിയും ബീഫൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് ഉരുളക്കിഴങ്ങ് ഇടാത്ത കറി വയ്ക്കാറില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഉരുളക്കിഴങ്ങ് ഇടും. ഉരുളക്കിഴങ്ങാണ് നമ്മൾ മെയിനായിട്ട് ഇടുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് അതിൽ നിന്ന് ചിക്കൻ്റെ അകത്തു നിന്നും ബീഫിൻ്റെ അകത്തു നിന്നൊക്കെ കറി വയ്ക്കുമ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങ് പെറുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു എന്താ പറയുക, നെയ്യൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. പിന്നെ പച്ചക്കിട്ടും വയ്ക്കും കേട്ടോ നമ്മൾ ബീഫ്. അപ്പോഴേ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ ചീവി വന്നപ്പോഴത്തേക്കും സമയം നോക്കിയപ്പോഴത്തേക്ക് 10 മണിയാകാറായി. വേഗം പോയി വീണ്ടും ഡ്രസ്സ് മാറിയിട്ട് പിന്നെ ആലുവിനെ വിളിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ആലുവിനെയുമായിട്ട് വീട്ടിലോട്ട് വന്നു കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞിട്ട് 2-3 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വരും. ചേട്ടനുണ്ടെങ്കിൽ എനിക്കിതൊന്നും അറിയണ്ട. എന്താ പറയുക, ഒരു ചൊല്ലുണ്ടല്ലോ, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലെന്ന് അല്ലേ. അങ്ങനെ അപ്പോൾ അതേ നമുക്ക് ഇനി കറി വയ്ക്കാം. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു വിസിൽ, 2 വിസിൽ, അത് തീ കൂട്ടി വെച്ചിട്ട് 2 വിസിൽ അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങും വേകും. അങ്ങനെ ഞാൻ അത് താളിക്കാനായിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണേ. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ഉച്ചക്കത്തേക്ക് ഞാൻ കുറച്ച് ബീഫ് എടുത്ത് മാറ്റിയിട്ടുണ്ടെന്ന്. അപ്പോൾ അത് നമുക്ക് ബീഫ് ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ മോര് കാച്ചാന്ന് കരുതിയപ്പോഴത്തേക്കും ആലുവിനൊക്കെ ഒന്ന് മോര് കാച്ചണ്ട, അവർക്ക് വെറുതെ പച്ച മോര് മതി എന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ളിയില്ലേ, ഉള്ളിയും പച്ചമുളകും ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടെടുക്കൂലേ, അങ്ങനെ പച്ചമോര് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെ പണിയും സുഖമായി. പിന്നെ മോര് കാച്ചിന് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാലും അവർക്കത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് കറി വയ്ക്കാനുള്ള ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ കുക്കറിൻ്റെ ആവിയെല്ലാം പോയപ്പോഴത്തേക്ക് ഞാൻ കുക്കർ തുറക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും ബീഫൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബീഫ് ഇവിടെ ഒരുപാട് വേവിക്കണത് ഇഷ്ടമല്ല കേട്ടോ ആർക്കും. ബീഫ് ഇങ്ങനെ പാപ്പം പോലെ വേവിച്ചെടുക്കണത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പനും ഇഷ്ടമല്ല, ചേട്ടനും ഇഷ്ടമല്ല. അപ്പം തുടങ്ങും പിന്നെ പെയ്ത് വറുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ബീഫ് അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വേവിച്ച് കളയില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് പോകും എന്നും പറഞ്ഞ് പച്ചനെയല്ല കേട്ടോ, ആവശ്യത്തിനുള്ള വേവ്. അപ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് അത് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ബീഫും വേവിച്ച ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് അതിൻ്റെ ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ ആമിക്കുട്ടിക്ക് ഇന്നലെ പള്ളിയിൽ പോയപ്പോഴത്തേക്കും വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ കളിക്കണ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ അതും കൊണ്ട് ആൾ വന്നതാണ് കാണുന്നത്. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയപ്പോഴത്തേക്കും വേഗം ആലുവിനും അപ്പച്ചനും ആമിക്കും ഒക്കെ കഴിക്കാൻ വേണ്ടി കൊടുത്തു. അവസാനം ഉണ്ടാ ഞാനെടുത്തത്. പിന്നെ ആ ചീനച്ചട്ടിയിലുണ്ടായിരുന്നതെല്ലാം ഞാൻ കോരിയെടുത്ത് തീർന്നു. കറി തീർന്നപ്പോൾ രാവിലത്തെ കറി അതോടുകൂടി തീർന്നു. ഞാൻ ഈ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് ഡിസ്റ്റർബൻസൊക്കെ കാണും കേട്ടോ. ഈ പിള്ളേർ 2 പേരും കൂടി അപ്പുറത്ത് നിന്ന് ഞാൻ ഈ മുറി പൂട്ടിയിരുന്നിട്ടാണ് ഈ എന്താ പറയുക റെക്കോർഡ് ചെയ്യണത്, വോയിസൊക്കെ കൊടുക്കണത്. അപ്പോൾ അവരപ്പുറത്ത് നിന്ന് തല്ല് പിടിക്കാനാണ്, അതിൻ്റെ ബഹളമാണ് കേൾക്കണത്. അങ്ങനെ അതേ ചായ കുടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും കഞ്ഞിക്കിട്ട് വെള്ളം വെച്ച് ഒപ്പം തന്നെ അരിയെല്ലാം കഴുകിയിട്ടുന്നുണ്ട് കേട്ടോ. ഇന്നിത്തിരി വൈകിപ്പോയി. ഇത്തിരി എന്ന് പറഞ്ഞാൽ കുറച്ചധികം തന്നെ വൈകിപ്പോയി. ഇപ്പോൾ ഒരു 11 മണിയായിട്ടുണ്ടാവും. ആ സമയത്താണ് ഞാനിപ്പോൾ കഞ്ഞിക്കിടുന്നത് കേട്ടോ. പിന്നെ എല്ലാവരും ബ്രെഡ് കഴിക്കുമ്പോൾ പിന്നെ പെട്ടെന്നൊന്നും വിശക്കില്ലല്ലോ, വെള്ളം കുടിച്ചിരിക്കും എല്ലാവരും. അപ്പോൾ നമ്മൾ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ ഞാൻ കരുതി ആദ്യം കഞ്ഞിക്കിട്ട് അതങ്ങോട്ട് തിളക്കട്ടെ, അപ്പോൾ ആ നേരം കൊണ്ട് പാത്രം കഴുകിയെടുക്കാമെന്ന് ഓർത്ത് അങ്ങനെ അതേ പാത്രങ്ങളൊക്കെ എല്ലാം തേച്ച് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കാലത്തും തീരാത്തതാണല്ലോ ഈ പാത്രം കഴുകൽ. പാത്രങ്ങളിങ്ങനെ കിടക്കണത് കാണുമ്പോൾ തന്നെ എൻ്റെ തലയെല്ലാം പുകയും. എൻ്റെ പൊന്നെ, അങ്ങനെ പാത്രമെല്ലാം അതേ കഴുകി വെച്ചിട്ടും ഇതുങ്ങളുടെ അനക്കം ഉണ്ടായിരുന്നില്ലേ. അതാണ് ഞാൻ ഇപ്പുറത്ത് വന്നൊന്ന് നോക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും ആമിക്കുട്ടി ആമിക്ക് അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് വാങ്ങിക്കൊടുത്തില്ലേ, നമ്മൾ പള്ളിയിൽ നിന്ന് വാങ്ങിക്കൊടുത്ത കളിപ്പാട്ടങ്ങളൊക്കെ ഇട്ടിരുന്ന് കളിക്കണേണ്ട. അപ്പോൾ അതിൻ്റെ അകത്തില്ലേ നമ്മൾ ഈ ചെടിയൊക്കെ നനക്കൂലേ, ഞാൻ ഈ സിനിമയിലൊക്കെ ഉണ്ട് അങ്ങനെ കണ്ടേക്കണത്. അത് ഈ ഒരു കുഞ്ഞു സാധനം പ്ലാസ്റ്റിക്കിൻ്റെ അതുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞേ അമ്മക്കത് തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അമ്മ എടുത്തോ. അപ്പോൾ ഇതിന് മുൻപ് നമ്മളെ പള്ളിപ്പെരുന്നാളൊക്കെ വന്നപ്പോഴത്തേക്കും കിച്ചൺ സെറ്റും അതും ഇതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടാ 2 ദിവസത്തൊക്കെ ഉള്ളട്ടെ എന്ത് സാധനമാണെങ്കിലും. പിന്നെ അതിൻ്റെ അവശിഷ്ടം പോലും കാണില്ല, പൊടി പോലും ഉണ്ടാവില്ല പിന്നെ അതിൻ്റെ നോക്കാനായിട്ട്. അപ്പോൾ ആ ചെടി നനക്കണ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട്, നല്ല കളർഫുള്ളായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. കുഞ്ഞിത് പ്ലാസ്റ്റിക് ആണ് ഇത് പിന്നെ നാളെയും മറ്റന്നാളൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ഓരോ മൂലക്കായിരിക്കും കേട്ടോ. പിന്നെ ഞാനിത് പെറുക്കിയെടുക്കാൻ നടക്കണം. ഇതാണ് ഇവിടുത്തെ സ്ഥിരം പതിവ്. ഇത് തന്നെ വാങ്ങാൻ വേണ്ടി കടയിൽ നിന്നപ്പോഴത്തേക്കും ഇത് വാങ്ങി കയ്യിൽ പിടിച്ചേച്ചും വേറെ സാധനങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ഞാനൊന്നും വാങ്ങിക്കൊടുത്തില്ല. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു കൂട്ടമേ വാങ്ങിത്തരുള്ളത്. അങ്ങനെയുണ്ട് ഇത് വാങ്ങിക്കൊടുത്തത്. പിന്നെ പേപ്പർ സോപ്പൊക്കെ എടുത്ത് കയ്യിൽ പിടിക്കണ്ടായി. ഞാൻ അതൊക്കെ തിരിച്ചവിടെ വെച്ച്, കാരണം മുണ്ടൻവലിപ്പള്ളിയിലെ പെരുന്നാളിന് പോയപ്പോൾ വാങ്ങിയിട്ട് 2 കൂടി ഇവിടെ തല്ലുപിടുത്ത് വരുന്നത് അതിന് വേണ്ടിയിട്ട്. ആമി വെയിലത്ത് നാകത്തോട്ട് വന്നേ, ഭയങ്കര വെയിൽ. വാ
നോക്കി ഹായ് പറയണില്ല എന്നോടൊക്കെ. ഇവിടെ നോക്ക്, നോക്കിയിട്ട് പറ. അപ്പോഴേ പറഞ്ഞിട്ട് അനുസരിക്കണില്ല. അപ്പോൾ ഞാൻ കരുതിയേ എന്നാൽ വെയിൽ കൊണ്ട് അവിടെ നിന്ന് പൊരിയട്ടെ, കുറച്ച് കഴിയുമ്പോഴത്തേക്കും മതിയാകുമ്പോൾ എഴുന്നേറ്റ് പോരുമെന്ന്. അങ്ങനെ ഞാൻ നേരെ അടുക്കളയിലോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി ഉച്ചക്കത്തേക്ക് വേണ്ട ബീഫ് ഫ്രൈ ഉണ്ടാക്കി എടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ബാക്കിയുള്ള ബീഫും കൂടെ കഴുകി കുക്കറിലോട്ട് ആക്കിയിട്ട് പൊടികളൊക്കെ ഇട്ട് മസാലകളൊക്കെ ചേർത്ത് ഉപ്പും ചേർത്ത് വേവിക്കാനായിട്ട് വെക്കാം അടുപ്പത്തേക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് ഗോവക്ക ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് താളിക്കണം. അപ്പോൾ ഞാനത് ഉപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കണേ കേട്ടോ. ഞാനിങ്ങനെ പച്ചക്കറികൾ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്നെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ അല്ലെങ്കിൽ മഞ്ഞൾ വെള്ളത്തിൽ കുറേ നേരം ഇട്ട് വെച്ച് അത് കഴുകി എടുത്തിട്ട് അരിഞ്ഞെടുക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ അതേ ഗോവയ്ക്ക കുറച്ച് നേരം സമയം വെള്ളത്തിലിട്ട ശേഷം ഞാൻ കഴുകി വാരി എല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ വട്ടത്തിൽ. എന്നിട്ട് നമുക്കിത് കുരുമുളക് പൊടി ഇട്ട് വയ്ക്കാം കേട്ടോ. കുരുമുളക് പൊടി ഇട്ടാണ് ഞാനിവിടെ ഗോവയ്ക്ക വയ്ക്കാറ്, മുളക് പൊടി ചേർക്കാറേ ഇല്ല. പിന്നെ നമുക്ക് ബീഫ് വറുക്കുമ്പോഴത്തേക്ക് ഞാൻ എന്നിട്ട് കുറച്ച് തേങ്ങ കൊത്തിടാൻ വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ ഫ്രിഡ്ജിലിരുന്ന് വെച്ച്. പക്ഷെ അതേ കുറച്ച് ഇളയ തേങ്ങ ആയിരുന്നുണ്ട്, നല്ല മൂത്ത തേങ്ങയായിരുന്നു വേണ്ടത്. പിന്നെ ഞാനിത് പൊട്ടിച്ചത് ഇടുന്നത് കൊണ്ടിട്ടാണ് ഞാനത് പെട്ടെന്നൊന്ന് കഴന്നിങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടേ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടാ. എന്നിട്ട് അത് റൗണ്ടാക്കി എടുക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല, അത് ഇളയ തേങ്ങ ആയതുകൊണ്ടിട്ട് വിട്ട് പോരുന്നായിരുന്നു. അങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ എല്ലാം അരിഞ്ഞെടുത്തിട്ടാ. അപ്പോഴേ നമ്മൾ ശനിയാഴ്ച ചേട്ടൻ ഓട്ടം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായി. അപ്പോൾ ആ കൂട്ടത്തിൽ അലുവ ഉണ്ടായിരുന്നു. അലുവ ഒരു ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ എടുത്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ അത് ആമിക്കുട്ടി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തുടങ്ങി ചോദിക്കുന്നുണ്ട്, അമ്മ അലുവതാമ എന്നും പറഞ്ഞിട്ട്. അത് ഇന്നലെ ചോദിക്കാൻ പറ്റിയില്ല, ഇന്നലെ നമ്മൾ വീട്ടിലുണ്ടായിരുന്നില്ലല്ലോ. ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ വന്നത്. 6 അല്ല കേട്ടോ, 5 മണിയൊക്കെ ആയി വന്നപ്പോഴത്തേക്കും. പിന്നെ ആ കാര്യം മറന്നു പോയി തോന്നുന്നു. അപ്പോൾ ഇന്ന് പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന്. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞ ബ്രെഡ് കഴിക്കുക, അത് കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ സമാധാനപ്പെടുത്തി ഇരുത്തിയപ്പോൾ പിന്നെയും വന്നപ്പോഴത്തേക്കും പിന്നെ ഞാനത് മുറിച്ച് കൊടുത്തിട്ട് അങ്ങനെ അപ്പനും ആലുവിനും അമ്മിക്കുട്ടിക്കും ഞാനും എടുത്തൊരു പീസ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ്ടാണ് മുറിച്ചത്. അത് ചെറിയൊരു പീസാണ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു കഷ്ണം ചേട്ടനും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെ ഞാൻ ഗോവയ്ക്ക താളിക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും അതിനകത്തോട്ട് ഞാൻ ഗോവയ്ക്കയുടെ അകത്തോട്ട് ഒരു സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലേക്ക് ഇട്ട് അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടി ഇത്തിരി അധികം ഇടും കേട്ടോ. ഇട്ടിട്ടും അത് നല്ലതുപോലെ ഒന്ന് അപ്പോൾ ഉപ്പ് പുരട്ടി വെച്ചേക്കുന്നുണ്ട് ആ ഗോവയ്ക്കകത്തേ. എന്നിട്ട് അത് നല്ലതുപോലെ ഇളക്കി ഒന്ന് അടച്ച് വെച്ചേക്കാം ചെറു തീയിൽ. അപ്പോൾ അത് അവിടെ ഇരുന്ന് ആയിക്കോളും. അപ്പോൾ ബീഫ് വേവിക്കാൻ വെച്ചപ്പോഴത്തേക്ക് ഒരു 7 വിസിലായപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ട് ആവി കളയാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് അത് വറുക്കാനുള്ള ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മിക്ക കറികളും ഈ ചട്ടിയിൽ തന്നെയാണ് വയ്ക്കാറ്. ഈ ചട്ടിയിൽ വയ്ക്കുമ്പോഴത്തേക്കും എനിക്ക് എന്തോ ഒരു തൃപ്തിയായിട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ ഇഷ്ടപ്പെട്ട കുറച്ച് പാത്രങ്ങൾ, അതിൽ ഒന്നാണ് എനിക്കിത്. മിക്കപ്പോഴും എല്ലാ ദിവസവും കണക്ക് ഞാൻ ഈ ചട്ടി എടുക്കാറുണ്ട്. ഒരു ദിവസം പോലും ഇതിനെ ഒഴിവാക്കി വിട്ടുള്ള പണിയില്ല കേട്ടോ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഉള്ളിയാണ് ഇതിന് നല്ലത്. പക്ഷേ ഞാൻ സവോളയാണ് എടുത്തത്. സവോളയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റി കൊടുക്കാം. അപ്പുറത്ത് ഗോവയ്ക്ക വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് അടിക്ക് പിടിക്കുവേ. അവിടെ നിന്ന് ഇവിടെ ഇരിക്കരുത്. വേണ്ട ഇത് തെരച്ചിൽ ഇടുമ്പോഴത്തേക്ക് കാണൂല. അമ്മ എടുക്കാന്ന്
ഇറച്ചി മേത്തേക്ക് വീഴും. വേണ്ട, ഇറച്ചി വീണിട്ട് ഒളിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇത് ഇളക്കുമ്പോ പിന്നെ തെറിക്കൂലേ? അതാ ഞാൻ പറഞ്ഞത്. ഈ ചട്ടി മുട്ടിയിട്ടുണ്ടെങ്കിലേ കണ്ടത് എന്റെ ഇവിടെയൊക്കെ പൊള്ളിയേക്കണ ചീനച്ചട്ടി മുട്ടിയിട്ടാണ്. മാറി ചെല്ലോടെ പോയിരുന്നു. ഇപ്പൊ ഇതാകും ചോറുണ്ടല്ലോ. കണ്ട ഞാൻ വണ്ടിയെടുക്കും. വീഡിയോ ഓണാണ്, എല്ലാരും കാണട്ടെ. അനുസരണയില്ലാത്ത കൊച്ചാണെന്ന് എല്ലാവരും പറയാം. അനുസരണയില്ലാത്ത കൊച്ചാണെന്ന് എന്റെ മോള് നല്ല കൊച്ചാണ് കേട്ടാ. കൊച്ചു പോകണേ അപ്പുറത്തേക്ക് പോരെ ചോദിക്കും. മറിച്ചിട്ടല്ലേ? ബീഫ് ഫ്രൈയുടെ കാര്യം ഞാനിങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തതേ, നമ്മളിതിന് മുൻപ് ഒരു ഷോർട്സ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. അപ്പോൾ അതേ നമ്മുടെ ബീഫൊക്കെ ഏകദേശം ഒന്ന് തീ ഓഫാക്കുന്നതിന് മുൻപായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫാക്കുന്നതിന് മുൻപായിട്ട് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. അങ്ങനെ ഞാൻ അവസാനം ഒരു പീസൊക്കെ എടുത്ത് കഴിച്ച് നോക്കണേണ്ട, കറക്റ്റ് ഉപ്പുണ്ട എരിവുണ്ട എന്നൊക്കെ നോക്കണേ. അപ്പോൾ കുരുമുളക് പൊടി ഇച്ചിരി മുന്നിട്ട് നിൽക്കും കേട്ടോ. നമ്മൾ തെർമൽ കുക്കറിൽ ഇറക്കി വെച്ച ചോറ് ഒന്നും കൂടെ ഒരു തിളച്ചപ്പോഴത്തേക്ക് ഞാൻ അതൊന്ന് അടച്ചിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോറും കൂടെ റെഡിയായി. ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് കഴിക്കണ സമയത്ത് മോരൊന്ന് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഉള്ളിയും 2 പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് ഉപ്പ് ഇട്ട് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് ഞാൻ കഴിക്കണ നേരത്തെ എടുക്കാമെന്ന് കരുതിയിട്ട് അതൊന്നും ചെയ്യണില്ല കേട്ടോ. ഇനി കുറേ അധികം പാത്രങ്ങൾ കഴുകാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പ് നാശകോശമായിട്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ബീഫ് വേവിച്ചപ്പോഴത്തേക്കും അതിൻ്റെ വെള്ളമൊക്കെ തെറിച്ച് വീണ് പിന്നെ കഞ്ഞിവെള്ളം തെറിച്ച് വീണിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനതപ്പോൾ ചെയ്യാനുള്ള കാര്യം, ആദ്യം നമ്മൾ ബീഫ് വേവിച്ചപ്പോഴും രാവിലെ കറി വെച്ചപ്പോഴും വീണ് പിന്നെ അതിന് വേണ്ടി പിന്നെയും നമ്മൾ രണ്ടാമത് ബീഫ് വേവിക്കണമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ ഇനിയും ആകണ്ടല്ലോ എന്ന് കരുതിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്യാമെന്ന് കരുതിയത്. ഇനിയിപ്പോൾ ഈ പാത്രങ്ങളും കൂടെ തേച്ച് കഴുകി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലില്ലേ, എൻ്റെ അടുക്കളപ്പണി മൊത്തവും കഴിയും കേട്ടോ. പിന്നെ പെരടമൊക്കെ ഞാൻ രാവിലെ തന്നെ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പ്രത്യേകിച്ചിനും തുടയ്ക്കലും കാര്യങ്ങളൊന്നുമില്ല. തുടയ്ക്കലൊക്കെ ഇനി നാളെ ഉള്ളൂ, പിള്ളേരെ സ്കൂളിൽ പോകുന്ന സമയത്ത്. അപ്പോൾ ഇനി കുറച്ച് തുണി അലക്കാനുണ്ട്. അപ്പോൾ അത് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും അല്ല, ഇതുങ്ങളുടെ യൂണിഫോം ഉണ്ട്. പിള്ളേരുടെ 2 പേരുടെയും ഓരോ ജോഡി യൂണിഫോം ഉണ്ടായി. പിന്നെ നമ്മൾ ഇന്നലെ പരിപാടിക്ക് പോയപ്പോൾ ഇട്ടുകൊണ്ട് വന്ന നല്ല ഡ്രസ്സൊക്കെ ഇല്ലേ, പുറത്തെടുക്കുന്ന ഡ്രസ്സുകളുണ്ട്. ചേട്ടൻ്റെ ഉണ്ട്, എൻ്റെ ഉണ്ട്, ആലുവിൻ്റെ ആമിയുടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം നനച്ച് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതൊന്ന് തിരുമണം. പിന്നെ നമ്മൾ വീട്ടിലെടുക്കണതെല്ലാം ഞാൻ വിഷയത്തിൽ അലക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ യൂണിഫോം എന്നും വിഷയത്തിൽ ഇടാറില്ല. കാരണം നൂലൊക്കെ പൊങ്ങി അത് ചീത്തയായി പോകും കേട്ടോ. അത് പുറത്തെടുക്കുന്ന ഡ്രസ്സൊക്കെ ഒന്നും ഞാൻ വിഷയത്തിൽ ഇടാറില്ല. അപ്പോൾ അതൊന്ന് അലക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പണികളൊക്കെ ഏകദേശമൊക്കെ ഒരുവിധം കഴിഞ്ഞ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഞായറാഴ്ചത്തെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ കൊണ്ട് തീരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി.